കോട്ടയത്തേക്കാണ് ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ടോബി, എങ്ങനെയാണ് കോട്ടയം ജില്ലയിൽ ഇപ്പോൾ ഈ പ്രചാരണ ആവേശ കാഴ്ചകൾ? പ്രചരണത്തിലേക്ക് കടക്കുകയാണ്. അവസാനവട്ട പ്രചരണത്തിലേക്കാണ്. എല്ലാ സ്ഥാനാർത്ഥികളും ഓടിച്ചാടിയുള്ള വീടുകയറ്റം, അതുപോലെ തന്നെ നേരിട്ട് കാണാൻ സാധിക്കുന്നവരെയൊക്കെ കാണുക, ഇതെല്ലാമാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു കൊട്ടിക്കലാശത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും, കോട്ടയം നഗരത്തിലൊന്നും കൊട്ടിക്കലാശമായിട്ടില്ല, പല സ്ഥലത്തും റോഡ് ഷോകളാണ്. പാലാ ടൗണിലും ഈ കൊട്ടിക്കലാശം മാറ്റിവെച്ചിട്ടുണ്ട്. അത് അവിടുത്തെ ജൂബിലി ആയതുകൊണ്ടാണ്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് കടുത്തുരുത്തിയാണ്. കടുത്തുരുത്തിയിൽ സജീവമായി തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ആ ഒരു അവസാനവട്ട കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് BJP ക്യാമ്പിന്റെ അടുത്താണ്. അവിടെ ആളുകൾ എത്തിയിട്ടുണ്ട്, പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ CPMന്റെ തൊട്ടടുത്ത് തന്നെ അവരുടെ പാർട്ടി ഓഫീസുണ്ട്, ബൂത്ത് ഓഫീസുണ്ട്. അവിടേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. കോൺഗ്രസിന്റെ സമാനമായ രീതിയിൽ തന്നെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ പാലാ പോലെ തന്നെ കടുത്തുരുത്തി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാകുന്നത് കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള വാശിയേറിയ പോരാട്ടം തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. അങ്ങനെ 5 ഇടങ്ങളിൽ, 5 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ ഈ ശക്തമായിട്ടുള്ള പോരാട്ടം കേരള കോൺഗ്രസുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. കാരണം കഴിഞ്ഞ തവണ ജോസ് കെ മാണി വിഭാഗം LDFിലേക്ക് വന്നതിന് ശേഷം ജില്ലാ പഞ്ചായത്തും ഒപ്പം തന്നെ മറ്റ് പഞ്ചായത്തുകളിലുമെല്ലാം വലിയ വിജയം LDFന് നേടാൻ സാധിച്ചു. അത് ഇത്തവണ നിലനിർത്താൻ വേണ്ടിയാണ് ജോസ് കെ മാണിയും കൂട്ടരും LDFും എല്ലാം ഇറങ്ങുന്നത്. അപ്പോൾ അതിനെ തടയിടാൻ വേണ്ടി ജോസഫ് വിഭാഗവും UDFും അതുപോലെ തന്നെ BJPയും എല്ലാം സജീവമായി രംഗത്തുണ്ട്. PC ജോർജും ഷോൺ ജോർജും എല്ലാം BJPക്കൊപ്പം നിൽക്കുകയാണ്. ഇത്തവണ അവർക്ക് പൂഞ്ഞാർ അടക്കമുള്ള മലയോര മേഖലകളിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധിക്കുമെന്ന് ആത്മവിശ്വാസം അവർ പറയുന്നു. കാരണം പൂഞ്ഞാർ ഡിവിഷനിൽ കഴിഞ്ഞ തവണ ഷോൺ ജോർജാണ് വിജയിച്ചത്. അവിടെ ഇത്തവണ 2 ഡിവിഷനുകളുണ്ട് ജില്ലാ പഞ്ചായത്ത്. പുതിയതായിട്ട് വന്ന തലനാട് ഡിവിഷനിലും മേൽക്കൈ നേടാൻ സാധിക്കുമെന്നാണ് BJPയും മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഈ 3 മുന്നണികളും സജീവമായി തന്നെ രംഗത്തുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ 4 മണിയോടുകൂടി കൊട്ടിക്കലാശത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കും. കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ വാഹനങ്ങളും പ്രവർത്തകരും എല്ലാം തന്നെ ഈ കടുത്തുരുത്തി ടൗണിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.